നമസ്കാരം. നമ്മുടെ രാജ്യവും മുഴുവൻ ലോകവും കഴിഞ്ഞ കുറേ നാളുകളായി ഉറ്റുനോക്കിക്കൊണ്ടിരുന്ന ഒരു ചർച്ചയാണ് കഴിഞ്ഞ ദിവസം പാർലമെൻറ്റിൽ നടന്നത്. ഈ ചർച്ച വളരെ വ്യക്തമായും കാണിക്കുന്ന ഒന്നുണ്ട്. ഉത്തരവാദിത്തമില്ലാത്ത ഒരു പ്രതിപക്ഷമാണ് ഇന്ത്യ ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്നത്. ഇത് മനസ്സിലാക്കാൻ രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം പാർലമെൻറ്റിൽ നടത്തിയ ചില പ്രസ്താവനകളും അത് നമ്മുടെ രാജ്യത്തെ എങ്ങനെ ബാധിക്കുന്നു എന്നും നോക്കിക്കാണാം. ഒരു പ്രതിപക്ഷത്തിൻ്റെ പ്രധാന ധർമ്മം ഭരണപക്ഷം എവിടെയൊക്കെയാണോ രാജ്യ താല്പര്യങ്ങൾക്ക് ഹിതകരമല്ലാത്ത രീതിയിൽ പോകുന്നത് അവിടേക്ക് അതിനെ കറക്റ്റ് ചെയ്യുകയും എവിടേക്കാണോ ഭരണപക്ഷത്തിന് പ്രതിപക്ഷത്തിൻ്റെ പിന്തുണ ആവശ്യമുള്ളത്, അല്ലെങ്കിൽ അന്താരാഷ്ട്ര രംഗത്ത് നമ്മുടെ രാജ്യത്തിന് മുന്നോട്ടുള്ള പുരോഗതിക്ക് എവിടേക്കാണോ സഹായകരമായിട്ടുള്ളത് ആ സമയത്തൊക്കെ ചേർന്ന് നിൽക്കുകയാണ്. എന്നാൽ ഇന്നലെ പാർലമെൻറ്റിൽ നടന്ന ചർച്ചയിൽ നമ്മുടെ രാജ്യത്തെ വളരെയധികം ദോഷകരമായി ബാധിക്കുന്ന രാജ്യത്തിൻ്റെ നെറേറ്റീവുകളെ അന്താരാഷ്ട്ര രംഗത്ത് തന്നെ ചോദ്യം ചെയ്യാവുന്ന പല കാര്യങ്ങളും രാഹുൽ ഗാന്ധി യാതൊരു രീതിയിലുള്ള തത്വദീക്ഷയുമില്ലാതെ പാർലമെൻറ്റിൽ ചോദിക്കുകയോ പറയുകയോ തെറ്റായ വിവരങ്ങളൊക്കെ പാർലമെൻറ്റിൽ പറയുകയോ ഒക്കെ ചെയ്തു. രാഹുൽ ഗാന്ധി പാകിസ്ഥാൻ്റെ ഏറ്റവും പ്രധാന നെറേറ്റീവുകളൊന്ന് പാകിസ്ഥാൻ പലയിടത്തായി പറഞ്ഞ് യാതൊരു തെളിവുമില്ലാതെ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്ന ഇന്ത്യയുടെ 5 ഫൈറ്റർ ജെറ്റുകൾ താഴെ വീണു എന്ന പാകിസ്ഥാൻ്റെ നെറേറ്റീവ് യാതൊരു മടിയുമില്ലാതെ പാർലമെൻറ്റിൽ വന്ന് പറഞ്ഞു. If you had listened to me here, you would not have lost those 5 planes. ഞാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് 5 ഫൈറ്റർ ജെറ്റുകൾ നഷ്ടമാകുകയില്ലായിരുന്നു എന്ന് പാർലമെൻറ്റിൽ ഇന്നലെ രാഹുൽ ഗാന്ധി പറഞ്ഞു. ശരിക്കും ഇന്ത്യ പലതവണ ഖണ്ഡിച്ചിട്ടുള്ളതും പ്രതിരോധ മന്ത്രി തന്നെ കൃത്യമായി പറഞ്ഞതും ഈ അടുത്ത സമയത്ത് റാഫേലിൻ്റെ CEO തന്നെ നേരിട്ട് വന്ന് അങ്ങനെ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞതുമായ ഒരു കാര്യം, അത് പാർലമെൻറ്റിൽ പാകിസ്ഥാൻ്റെ നെറേറ്റീവ് അതുപോലെ വന്ന് പറയുന്നത് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവാകുമ്പോൾ അത് തീർച്ചയായിട്ടും വളരെ അമച്വറായിട്ടുള്ള ഒരു രാഷ്ട്രീയ നീക്കമായിട്ട് വേണം കാണാൻ. ഈ ഒരൊറ്റ വാചകം പാകിസ്ഥാൻ അവരുടെ പത്രങ്ങളിലും മാധ്യമങ്ങളിലും അന്താരാഷ്ട്ര രംഗത്തും ഒക്കെ തങ്ങളുടെ നേട്ടമായി ചൂണ്ടിക്കാണിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒരു ചോദ്യം വരാവുന്നത് പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ രാഹുൽ ഗാന്ധിക്ക് ഇത് ചോദിക്കാനുള്ള അവകാശമില്ല എന്നാണ്. തീർച്ചയായും പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ രാഹുൽ ഗാന്ധിക്ക് ഗവൺമെൻറ്റിനോട് പാർലമെൻറ്റിനകത്ത് ഇന്ത്യക്ക് എന്തൊക്കെ മിലിറ്ററി അസറ്റുകൾ നഷ്ടപ്പെട്ടു എന്ന് ചോദിക്കാവുന്നതാണ്, അല്ലെങ്കിൽ സർക്കാരിനെ അക്കൗണ്ടബിൾ ആക്കാവുന്നതാണ്. കൃത്യമായ ചോദ്യങ്ങൾ ചോദിക്കുക, അല്ലെങ്കിൽ അതിന് രഹസ്യ സ്വഭാവം ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കി ആ രീതിയിൽ പ്രവർത്തിക്കാവുന്നതാണ്. പക്ഷേ അതിന് പകരം സർക്കാരിനോട് ചോദ്യം ചോദിക്കുകയും കൃത്യമായ ഡേറ്റ മനസ്സിലാക്കുകയും ചെയ്യുന്നതിന് പകരം അന്താരാഷ്ട്ര രംഗത്ത് തന്നെ ഇന്ത്യക്കെതിരെ ഉപയോഗിക്കാവുന്ന ഒരു വാചകം പാർലമെൻറ്റിൽ പറഞ്ഞത് തീർച്ചയായിട്ടും പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ വളരെ തെറ്റായ രീതിയിൽ നമ്മുടെ രാജ്യത്തെ പ്രതിനിധീകരിക്കുന്നതാണ്. അടുത്ത ഒരു കാര്യം, ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞ സമയത്ത് തന്നെ നമ്മുടെ സൈന്യം അസന്നിഗ്ധമായി പറഞ്ഞൊരു കാര്യമുണ്ട്. പാകിസ്ഥാനെ ആക്രമിച്ചതിന് ശേഷം, പാകിസ്ഥാനിലെ തീവ്രവാദ കേന്ദ്രങ്ങൾ ബോംബിട്ട് തകർത്തതിന് ശേഷം നമ്മുടെ സൈന്യം പാകിസ്ഥാൻ സൈന്യവുമായി ഒരു ഹോട്ട് ലിങ്ക് സ്ഥാപിക്കുകയും അവരോട് ഞങ്ങൾ ഇന്ന കേന്ദ്രങ്ങൾ ആക്രമിച്ചുവെന്നും അത് തീവ്രവാദ കേന്ദ്രങ്ങളാണ് എന്നും ഇനിയും മുന്നോട്ട് എസ്കലേഷന് ഞങ്ങളില്ല എന്ന്, അതായത് മുന്നോട്ട് ഞങ്ങൾ എസ്കലേഷൻ ഇല്ല, ഞങ്ങളുടെ ലക്ഷ്യം ഞങ്ങൾ പൂർത്തീകരിച്ചു, ഇവിടെ കൊണ്ട് നിർത്തുകയാണ് എന്നും കൃത്യമായി പറഞ്ഞിരുന്നു എന്ന് സൈന്യം തന്നെ വെളിപ്പെടുത്തിയ കാര്യമാണ്. രാഹുൽ ഗാന്ധിക്ക് അവിടം കൊണ്ട് നിർത്തിക്കൂടായിരുന്നു. രാഹുൽ ഗാന്ധി പറയുന്നത് സൈന്യത്തെ പാകിസ്ഥാൻ്റെ സൈനിക കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ ഇന്ത്യ അനുവദിച്ചില്ല എന്നുള്ളതാണ്. We need a prime minister who completely frees the army, frees the air force, frees the navy and says go, khatam karo kaam ko. ഇത് കേൾക്കുമ്പോൾ ഒരു ഭീരുത്വമാണ് എന്നൊക്കെ ജനങ്ങൾക്ക് തോന്നണം. നരേന്ദ്രമോദിയുടെ സർക്കാരിന് ഭയമാണ് എന്ന് തോന്നണം. ഇതൊക്കെയായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ലക്ഷ്യം എങ്കിലും ഒരു ഉത്തരവാദിത്തപ്പെട്ട സർക്കാർ എന്നുള്ള നിലയിൽ മോദി ഗവൺമെൻറ് ചെയ്ത വലിയൊരു കാര്യമാണ്. കാരണം ലോകരാജ്യങ്ങളുടെ മുമ്പിൽ ഇന്ത്യയുടെ ലക്ഷ്യം തീവ്രവാദത്തിനെതിരെയുള്ള ആക്രമണമാണ് എന്നും പാകിസ്ഥാനെ ആക്രമിക്കുക ഒരു സമയത്തും ഇന്ത്യയുടെ ലക്ഷ്യമല്ല എന്നും ഇന്ത്യ പലതവണ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ആ ഒരു കാര്യം അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്നത് കൂടിയായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ. പക്ഷേ രാഹുൽ ഗാന്ധി അതിനെ
ഇന്ത്യക്ക് പാകിസ്ഥാനെ ആക്രമിക്കാനുള്ള ഭയമാണെന്നും അല്ലെങ്കിൽ ഒരു യുദ്ധത്തിലേക്ക് ആയിരുന്നു ഇന്ത്യ നീങ്ങേണ്ടിയിരുന്നത്. തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധി ഇന്നലെ പാർലമെൻറ്റിൽ വ്യക്തമായി പറഞ്ഞതാണ് ഇന്ത്യ ഒരു ഫുൾ സ്കെയിൽ യുദ്ധത്തിലേക്കായിരുന്നു നീങ്ങേണ്ടിയിരുന്നത് എന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ രാഹുൽ ഗാന്ധിയുടെ അഭിപ്രായം. We need a prime minister who completely frees the army, frees the air force, frees the navy and says go, khatam karo kaam ko. ഇതൊരു പക്ഷേ ബി ജെ പിയുടെ നാഷണലിസത്തെക്കാൾ വലുതാണ് തൻ്റെ നാഷണലിസം എന്നും കുറേയൊക്കെ ആ ഒരു ദേശീയ ബോധം ഉയർത്തി കാണിച്ച് താനാണ് വലിയ നാഷണലിസ്റ്റ് എന്നൊക്കെ കാണിക്കാനാവും. പക്ഷേ ഒരു പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ ഇത് വളരെ അപക്വമായ ഒരു വ്യാഖ്യാനമാണ്. കാരണം നമ്മുടെ രാജ്യം ഇന്ന് സാമ്പത്തികമായി വളരെ മുന്നോട്ട് പോകുന്നുണ്ട്. നമ്മുടെ സമ്പദ് വ്യവസ്ഥ കുതിപ്പിൻ്റെ വക്കിലാണ്. ആ ഒരു അവസ്ഥയിൽ തീർച്ചയായിട്ടും ഒരു ഫുൾ സ്കെയിൽ യുദ്ധം, തീർച്ചയായും പാകിസ്ഥാനുമായി വരുന്നൊരു ഫുൾ സ്കെയിൽ യുദ്ധത്തിൽ ഇന്ത്യ തന്നെ വിജയിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ അങ്ങനത്തെ ഫുൾ സ്കെയിൽ യുദ്ധം നമ്മുടെ രാജ്യത്തെ ഏത് നാശത്തിലേക്ക് കൊണ്ടുവിടുമെന്നും നമ്മുടെ ഇപ്പോഴത്തെ സാമ്പത്തിക പുരോഗതിക്ക് എത്രമാത്രം പിന്നോട്ട് പോകും എന്നും ഒക്കെ വ്യക്തമാണ്. ഇത് മോദിയുടെ പരാജയമായി കാണിക്കാൻ വേണ്ടി 1971 ഇന്ത്യയുടെ വിജയം പലതവണ ഇന്ദിരാഗാന്ധി വിജയിച്ചു, ഇന്ദിരാഗാന്ധി രാജ്യത്തിന് പട്ടാളത്തിന് മുഴുവൻ സ്വാതന്ത്ര്യം കൊടുത്തു എന്നൊക്കെയുള്ള രീതിയിലുള്ള പരാമർശങ്ങൾ രാഹുൽ ഗാന്ധി നടത്തുകയുണ്ടായി. അതൊരു ബെഞ്ച് മാർക്കായി സെറ്റ് ചെയ്തിട്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം രാഹുൽ ഗാന്ധി പറഞ്ഞത് അമേരിക്കയുടെ കപ്പൽ പട വന്നിട്ട് പോലും ഇന്ദിരാഗാന്ധി ഭയപ്പെട്ടില്ല എന്നാണ്. രാജ്നാഥ് സിംഗ് ജി ने अपने भाषण में कल 1971 और सिंदूर का कंपैरिजन किया और मैं उनको याद दिलाना चाहता हूं 1971 में पॉलिटिकल विल थी. इंडियन ओशन में 7th फ्लीट आ रही थी, हिंदुस्तान की ओर आ रही थी और उस समय के प्रधानमंत्री ने कहा हमें जो बांग्लादेश में करना है हम करेंगे, आप आ जाओ, जितना आना है आ जाओ, हम करेंगे. യഥാർത്ഥത്തിൽ അമേരിക്കയുടെ കപ്പൽപ്പട വരുന്ന സമയത്ത് ഇന്ത്യയും സോവിയറ്റ് യൂണിയനും തമ്മിലൊരു കരാറുണ്ടായിരുന്നു. അതായത് പരസ്പരം സഹായിക്കാമെന്ന്. അമേരിക്ക ഇന്ത്യയെ ആക്രമിക്കുകയായിരുന്നുവെങ്കിൽ ആ കരാറ് കാരണം സോവിയറ്റ് യൂണിയന് അമേരിക്കയെ പ്രതിരോധിക്കേണ്ട അവസ്ഥ വരുമായിരുന്നു. അതായത് ഇന്ദിരാഗാന്ധി സോവിയറ്റ് യൂണിയൻ്റെ പിന്തുണയുള്ളത് കൊണ്ട് മാത്രമാണ് അമേരിക്കയ്ക്കും അതറിയാം ഒരു പ്രഷർ ടാക്ടിക്സ് എന്നുള്ളതിനപ്പുറം ഇന്ത്യയെ ആക്രമിക്കാനുള്ള ഒരു മാർഗമായിട്ടൊന്നും അമേരിക്ക അന്നും അതിനെ കണ്ടിട്ടില്ലായിരുന്നു. എന്തായാലും രാഹുൽ ഗാന്ധിയിലേക്ക് വരുമ്പോൾ രാഹുൽ ഗാന്ധിക്ക് ഭരണത്തെ പറ്റിയിട്ടോ അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട സർക്കാർ ഏത് രീതിയിലാണ് യുദ്ധം ഒഴിവാക്കുകയും അതേസമയം കൃത്യമായി തീവ്രവാദികൾക്ക് എങ്ങനെയാണ് തിരിച്ചടി കൊടുക്കേണ്ടത് എന്നതിനെ പറ്റിയിട്ടുമൊക്കെ അദ്ദേഹത്തിന് വ്യക്തമായ ഒരു അറിവില്ല എന്നോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് പ്രസംഗം എഴുതി കൊടുത്ത ആളുകൾക്ക് അതേപ്പറ്റി ഒരു ഗ്രാഹ്യമില്ല എന്നൊക്കെ വേണം നമുക്ക് മനസ്സിലാക്കാൻ. അല്ലെങ്കിൽ തന്നെ ആലോചിക്കേണ്ട ഒരു കാര്യം, ഇന്ന് ലോകം ഒരു മുഴുവൻ സമയ യുദ്ധത്തിൽ നിന്ന് മാറിയിട്ട് പ്രിസൈസ് ആയിട്ടുള്ള സ്ട്രൈക്കുകളും എതിരാളികളുടെ ശക്തി കേന്ദ്രങ്ങളെ കൃത്യമായി ആക്രമിച്ച് അവിടം കൊണ്ട് ശത്രുവിനെ ദുർബലരാക്കി പിന്നോട്ട് മാറുകയൊക്കെ ചെയ്യുന്ന തന്ത്രമാണ് ഉപയോഗിക്കുക എന്ന് നമ്മൾ കണ്ടാണ്. ഇന്ത്യയുടെ തന്നെ സർജിക്കൽ സ്ട്രൈക്കുകളും ഒക്കെ ഇതിന് ഉത്തമ ഉദാഹരണങ്ങളാണ്. എന്തായാലും രാഹുൽ ഗാന്ധി അതിനുശേഷം ഇന്ത്യ പാകിസ്ഥാനും തമ്മിലുണ്ടായ ഈ ഒരു ആക്രമണത്തെ, ഈ ഒരു യുദ്ധത്തെ വിശേഷിപ്പിച്ചത് രണ്ടുപേർ തെരുവിൽ നടത്തുന്ന യുദ്ധത്തോടാണ്. ശരിക്കും ആദ്യമേ പറഞ്ഞല്ലോ രാഹുൽ ഗാന്ധിയുടെ മുഴുവൻ പ്രസംഗവും വളരെ അമച്വറിഷ് ആയിരുന്നു എന്ന്. ശരിക്കും അന്താരാഷ്ട്ര രംഗത്ത് രണ്ട് രാജ്യങ്ങൾ തമ്മിലുണ്ടായ പ്രശ്നത്തെ രണ്ടുപേർ തെരുവിൽ തല്ലുമ്പോൾ ഒരാൾ മറ്റേയാളെ തല്ലിയതിന് ശേഷം ഞാൻ ഇനി നിന്നെ തല്ലില്ല എന്ന് പറയുമോ എന്നൊക്കെയാണ് രാഹുൽ ഗാന്ധിക്ക്. ഒരുപക്ഷെ അദ്ദേഹത്തിന് ആ രീതിയിലായിരിക്കാം രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള, പ്രത്യേകിച്ച് രണ്ട് ന്യൂക്ലിയർ ശക്തികൾ തമ്മിലുള്ള സംഘർഷത്തെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. You told them that we will not hit military targets. You told them we do not want escalation. Speaker sir, you imagine दो लोगों के बीच में लड़ाई हो रही है, एक आदमी जाके दूसरे को घूंसा मारता है और फिर कहता है देखिए मैंने घूंसा मार दिया, अब एस्केलेशन नहीं कीजिए. തീർച്ചയായിട്ടും ഈ രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ഒരാൾ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായി ഇരിക്കുന്നത് വളരെയധികം സങ്കടം ഉണ്ടാക്കുന്ന ഒരു കാര്യം. അടുത്തൊന്ന് ഡൊണാൾഡ് ട്രംപിനെ ചർച്ചയിലേക്ക് പലതവണ വലിച്ചിഴച്ചു എന്നുള്ളതാണ്. Who does not have the guts to say from here that Donald Trump is a liar
He didn't stop India from fighting. He's lying about the planes. എക്സാജുറേറ്റഡ് ആയിട്ട്, അതായത് ട്രംപ് 29 തവണയാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വെടിനിർത്തലിന് താൻ എങ്ങനെ മുൻകൈ എടുത്തത് എന്ന് പറഞ്ഞു എന്നും, നരേന്ദ്രമോദിക്ക് ധൈര്യമുണ്ടെങ്കിൽ പാർലമെൻറ്റിൻ്റെ സഭയിൽ ട്രംപ് അങ്ങനെ പറഞ്ഞിട്ട് ട്രംപ് അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറയുമോ എന്നൊക്കെ ചോദിച്ചതും, തീർച്ചയായിട്ടും ഉത്തരവാദിത്തപ്പെട്ട പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ രാഹുൽ ഗാന്ധി ആ കടമ നിർവഹിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കാവുന്ന ഒന്നാണ്. ആദ്യം പറഞ്ഞല്ലോ, വളരെ ഉത്തരവാദിത്തപ്പെട്ട ചുമതലയിലിരിക്കുന്ന കേന്ദ്ര മന്ത്രിമാരുടെയൊക്കെ റാങ്കിന് തുല്യമായിട്ടുള്ള ഒരു റാങ്ക് വഹിക്കുന്ന ആളാണ് ഇന്ത്യൻ പ്രതിപക്ഷ നേതാവ്. തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധിയിൽ നിന്ന് കുറച്ചുകൂടി പക്വമായിട്ടുള്ള സമീപനമായിരുന്നു ഇക്കാര്യത്തിൽ വേണ്ടിയിരുന്നത്. ഒരു വിദേശ രാജ്യത്തെ പ്രസിഡൻറ്റിനെ, പ്രത്യേകിച്ച് അമേരിക്ക പോലൊരു രാജ്യത്തിൻ്റെ പ്രസിഡൻറ്റിനെ പാർലമെൻറ്റ് ചർച്ചകളിലേക്ക് വലിച്ചിഴക്കുന്നതിന് പകരം രാഹുൽ ഗാന്ധിക്ക് ഗവൺമെൻറ്റിനെ അക്കൗണ്ടബിൾ ആക്കുന്ന രീതിയിൽ മറ്റ് ഏതെങ്കിലും രാജ്യം അല്ലെങ്കിൽ രാജ്യത്തലവൻ ഇതിനുവേണ്ടി മുന്നോട്ട് വന്നിരുന്നോ, എന്തായിരുന്നു അവരുടെ പങ്ക്, ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ രാഹുൽ ഗാന്ധി ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കണം. പക്ഷേ രാജ്യത്തെ പ്രതിരോധത്തിലാക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യയുടെ വിദേശ നയത്തെ പ്രതിരോധത്തിലാക്കുന്ന രീതിയിലുള്ള ഇത്തരം ചോദ്യങ്ങൾ രാഹുൽ ഗാന്ധി തീർച്ചയായിട്ടും ഒഴിവാക്കണമായിരുന്നു. കാരണം ഇന്ത്യ പലതവണ ആവർത്തിച്ച് ഇന്ത്യൻ വിദേശകാര്യമന്ത്രിയും ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറിയും ഒക്കെ അടക്കം പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് വീണ്ടും രാഹുൽ ഗാന്ധി സഭയിൽ ഡൊണാൾഡ് ട്രംപിൻ്റെ പേര് വലിച്ചഴിച്ച് പറഞ്ഞത്. എന്തായാലും നരേന്ദ്രമോദി ഇതിന് കൃത്യമായി മറുപടി കൊടുക്കുകയും അദ്ദേഹത്തിനറിയാം അന്താരാഷ്ട്ര രംഗത്ത് എങ്ങനെയാണ് ഡിപ്ലോമസി ഹാൻഡിൽ ചെയ്യേണ്ടതെന്ന്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ട്രംപിൻ്റെ പേര് പറയാതെ അസന്നിഗ്ധമായി ഒരു വിദേശ രാജ്യത്തലവനും ഇന്ത്യയുടെ മേൽ സമ്മർദ്ദം ചെലുത്തിയിട്ടില്ല എന്നും ഒരു രാജ്യവും ആവശ്യപ്പെട്ടിട്ടല്ല ഇന്ത്യ വെടിനിർത്തലിന് തയ്യാറായതെന്നും വളരെ അസന്നിഗ്ധമായി വളരെ കൃത്യമായി നരേന്ദ്രമോദി ഇന്ത്യൻ പാർലമെൻറ്റിൽ പറയുകയുണ്ടായി. അതായത് അതിന് കൃത്യമായി മറുപടി ലഭിച്ചു എന്ന് തന്നെ വേണം കരുതാൻ. ഇനിയൊന്ന്, അടുത്തതായിട്ട് രാഹുൽ ഗാന്ധി ചെയ്ത കാര്യം, ഇന്ത്യയുടെ പുതിയ നയമുണ്ടല്ലോ, അതായത് ഇന്ത്യക്ക് നേരെ വരുന്ന ഏതൊരു തീവ്രവാദ ആക്രമണത്തെയും യുദ്ധമായി കാണും എന്നത്. പക്ഷേ അതിനെ വളരെ റെഡിക്കുലസായി അതിനെക്കുറിച്ച് മനസ്സിലാക്കാതെ എന്താണ് ഒരു ഡോക്ട്രിൻ എന്നും ഒരു ഡോക്ടറിന് എന്തിനാണ് മുന്നോട്ട് വെക്കുന്നതെന്നും അതിലെ വിവേചന അധികാരങ്ങൾ എന്തൊക്കെയാണെന്നും ഏത് രീതിയിൽ ഇതിൽ തീരുമാനങ്ങൾ എടുക്കുന്നു എന്നൊക്കെ മനസ്സിലാക്കാതെ ഇനി ഏതൊരു തീവ്രവാദ ആക്രമണം ഉണ്ടായാലും ഇനി ഇന്ത്യ പാകിസ്ഥാനുമായി യുദ്ധത്തിന് പോകുമോ എന്നൊക്കെ പറഞ്ഞ് അതിനെക്കുറിച്ച് മനസ്സിലാക്കാതെ ശരിക്കും ഒരു പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ അദ്ദേഹം ഇതേപ്പറ്റി വ്യക്തമായി മനസ്സിലാക്കി അതിലെന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കുകയായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. ഈ ഡോക്ടറിനെ പരിഹസിക്കാനും അതിനെ മോക്കിയാനും ഒക്കെ മുതിർന്ന രാഹുൽ ഗാന്ധിക്ക് പകരം എന്താണ് താൻ മുന്നോട്ട് വയ്ക്കുന്നത് അല്ലെങ്കിൽ എന്താണ് ഇതിലെ പ്രശ്നം എന്ന് വ്യക്തമായി വിശദീകരിക്കാനൊന്നും സാധിച്ചില്ല എന്നത് വളരെ ദുഃഖകരമായൊരു കാര്യമാണ്. ഇനിയും ഇതിൽ ഏറ്റവും രസകരമായൊരു കാര്യം, രാഹുൽ ഗാന്ധി പലതവണ ഇന്ത്യ പാകിസ്ഥാനെതിരെ ശക്തമായി തിരിച്ചടിച്ചില്ല അല്ലെങ്കിൽ സ്ട്രോങ് ആയി നിന്നില്ല, ഇന്ത്യ ചൈന വിഷയങ്ങൾ ഇതൊക്കെ പലതവണ ഉന്നയിക്കുകയുണ്ടായി. പക്ഷേ രാഹുലിൻ്റെ അച്ഛനും അമ്മുമ്മയും അമ്മുമ്മയുടെ അച്ഛനും ഒക്കെ ഉണ്ടാക്കി വെച്ച പല വിദേശ നയങ്ങളും അവരുടെ കാലത്തെ ഡോക്ട്രീനുകളും ഒക്കെയാണ് ഇന്ത്യക്ക് ഈ അവസ്ഥ വരാൻ കാരണമായത് എന്നുള്ള കാര്യം കൂടി രാഹുൽ ഓർക്കണമായിരുന്നു. എന്തായാലും നരേന്ദ്രമോദി കൃത്യമായിട്ട് ഇതിനെല്ലാം മറുപടി സഭയിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ രാഹുൽ ഗാന്ധി ആ സ്ഥാനം അർഹിക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുകയോ സർക്കാരിനെ അക്കൗണ്ടബിൾ ആക്കുകയോ ചെയ്യുന്നതിന് പകരം ഒരു രാഷ്ട്രീയ പ്രസംഗം നടത്തുകയും അതിൽ കുറച്ച് വികാരങ്ങളൊക്കെ ഇളക്കിവിട്ട് അതിൽ തന്നെ വളരെ അമച്വറിഷായിട്ടുള്ള ഫുൾ സ്കെയിൽ യുദ്ധത്തിലേക്ക് പോകണമായിരുന്നു എന്നൊക്കെ രീതിയിലുള്ള പരാമർശങ്ങളൊക്കെ നടത്തുകയും ചെയ്തത് തീർച്ചയായിട്ടും ഒരു പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് ചേർന്നതല്ല. എന്തായാലും ഇന്ത്യ ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഇന്ത്യയുടെ പ്രതിപക്ഷത്തിന് ഇത്തരം കാര്യങ്ങളിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കഴിവില്ലാത്തതും അപക്വമായിട്ടുള്ള രീതിയിൽ ഇന്ത്യൻ പ്രതിപക്ഷം ഇത്തരം കാര്യങ്ങളെ നോക്കിക്കാണുന്നതും ആണ്.